എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഭയങ്കര മറവിയാണ്. ഈ മറവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും സെൽഫ് ഹെൽപ്പ് മെത്തേഡ് ഉണ്ടോ? ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പം ഞാൻ ഓർത്തു മെമ്മറിയും മറവിയും തമ്മിൽ എന്തായാലും ഒരു വീഡിയോ ചെയ്യാം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ബോഡിയുടെ സ്മൂത്ത് ഫങ്ഷനിങ്, നമ്മുടെ ബോഡി വളരെയധികം സ്മൂത്ത് ആണെങ്കിൽ ബ്രെയിൻ ഫങ്ഷനിങ് അതനുസരിച്ച് കാമായി മാറിക്കൊണ്ടിരിക്കും. ഇത് രണ്ടും ഭയങ്കരമായിട്ട് റിലേറ്റഡ് ആണ്. ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ കയറുമ്പോൾ, സ്ട്രെസ് കയറുമ്പം ഫൈറ്റ് ഫ്ലൈറ്റ് റെസ്പോൺസിലേക്ക് ഇത് ട്രിഗർ ആവും. നിങ്ങൾ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് കൈ വിറയ്ക്കുക, അല്ലെങ്കിൽ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് എല്ലാം ഫുൾ വേർത്തിട്ട് നെഞ്ചിടിക്കുക, ഇതൊക്കെ എന്നാണെന്നറിയാമോ? നമ്മുടെ ബോഡിയിലെ കോർട്ടിസോളും അഡ്രിനാലിനും ഇതേപോലത്തെ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്ക് നമ്മുടെ ബോഡിയെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുക. ഫൈറ്റ് ഫ്ലൈറ്റ് മോഡ് മുമ്പേ പറഞ്ഞില്ലേ. പക്ഷേ ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഈ മെമ്മറി റീകോൾ ചെയ്യുന്ന ഹിപ്പോ ക്യാമ്പസ്, അതേപോലെ തിങ്കിങ് സ്കിൽസ് ഉള്ള പ്രീഫ്രണ്ടൽ കോർട്ടെക്സ്, ഇതിനെല്ലാം കൂടി തന്നെ കയറി എഫക്ട് ചെയ്യുകയും ചെയ്യും. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതാണ് സംഭവിക്കുന്നത്, സയന്റിഫിക് ആയിട്ട് പറയുമ്പോൾ. ഓക്കെ, അപ്പം ഇതുമൂലം എന്നാന്ന് പറഞ്ഞാൽ നാരോഡ് ആയിട്ടുള്ള ഒരു അറ്റൻഷൻ വരും. നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും? ഈ പറയുന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലം ഇല്ലേ, ഇതിലേക്ക് അങ്ങ് ഫോക്കസ് ചെയ്യും. അപ്പോൾ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം അങ്ങ് മറന്നു പോകും. സോ വെൻ ദിസ് ഫോക്കസസ് ഓൺ ദി പെർസീവ്ഡ് ത്രെറ്റ്, നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിരുന്ന കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റനെ എല്ലാം ഇതന്നെ എഫക്റ്റഡ് ആവും. ഓക്കെ, അപ്പം ഇത് മൂലം നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങൾ, നേരത്തെ ഇവിടെയാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് പറയുന്നതിൻ്റെ എല്ലാം അങ്ങ് മറന്നുപോകും. അപ്പം ഇതിനെന്താ നമ്മൾ ചെയ്യാൻ പറ്റുന്നത്? ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് ഞാൻ വരുവാണ്. യു മസ്റ്റ് ഓൾവേസ് ഹാവ് എ കാം ബോഡി, കാം മൈൻഡ്. ചെയ്യാൻ പറ്റുന്ന ഒരു 4-5 സെൽഫ് ഹെൽപ്പ് മെത്തേഡും കൂടെ പറയാം. ഒരു കാര്യം കൂടെ എന്താണെന്ന് വെച്ചാൽ, ഓവർ തിങ്കിങ് ആൻഡ് സെൽഫ് ഡൗട്ട്. ഇപ്പം പല ആൾക്കാരും പറയാറുണ്ട്, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഇങ്ങനെ ഓർത്തെടുത്ത് നോക്കും, പക്ഷെ എന്നാൽ പോലും എനിക്കത് മറന്നു പോവുകയാണ്, കറക്റ്റായിട്ട് കിട്ടുന്നില്ല. ഇതെന്താ വെച്ചാൽ ഒരുപാട് നമ്മൾ ഹാർഡായിട്ട് ട്രൈ ചെയ്യുക. ഇതും നമ്മുടെ ബ്രെയിനിന്റെ ഫംഗ്ഷനിങ്ങിനെ ബാധിക്കാറുണ്ട്. അതും സ്ട്രെസ്സിലോട്ട് ആക്കൊണ്ടെത്തിക്കുന്ന, സ്ട്രെസ് എത്തുമ്പോൾ എന്ത് പറ്റും? ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കോർട്ടിസോളും അഡ്രിനാലിനും ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്ക് പ്രിപ്പയർ ചെയ്യും. അപ്പം ഇത് നമ്മുടെ തിങ്കിങ് സ്കിൽസിനെയും എല്ലാം ബാധിക്കും. സോ ഓൾ ദീസ് ആർ കണക്റ്റഡ്. ഇതിനായിട്ട് നമുക്ക് എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു മൊമെന്റിൽ ഇരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, വെൻ യു ആർ ഇൻ ദ പ്രസന്റ് മൊമെന്റ്, വെൻ യുവർ മൈൻഡ് കംസ് ഇൻ ടു എ കാം മോഡ്, എവറിത്തിങ് വിൽ ഫോൾ ഇൻ പ്ലേസ്. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് സെൽഫ് ഹെൽപ്പ് മെത്തേഡ് ചെയ്യാൻ പറ്റുക? അതുകൊണ്ടൊന്ന് പറഞ്ഞുതരാം. നമ്പർ 1 ഇസ് മൈൻഡ്ഫുൾനെസ്. മൈൻഡ്ഫുൾനെസ് മാത്രമാണ് ഇതിന് ഏക ഒരു മാർഗം. എന്നാന്ന് വെച്ചാൽ ബ്രീതിങ് ആയിട്ടുള്ള ടെക്നിക്സ്, ഗ്രൗണ്ടിങ് ടെക്നിക്സ്, യോഗ, അതേപോലെ ഇപ്പോഴത്തെ ഒരു പ്രസന്റ് മൊമെന്റിൽ നിൽക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ. ഇപ്പം എന്താ പറയുക, നിങ്ങളിപ്പം വളരെയധികം ആൻഷ്യസ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നിരുന്നു. ആ സമയത്ത് നിങ്ങൾ ഇപ്പം 5, 4, 3, 2, 1 ടെക്നിക്കില്ലേ, ഈ ഒരു സംഭവം ഒരുപാട് നല്ലതാണ്. നമ്പർ 2 ഇസ് കൗണ്ടിങ് ബാക്ക്വേർഡ്സ്. 100, 99, 98, 97. ഇത് നിങ്ങളെ ഇപ്പോഴത്തെ പ്രസന്റ് മൊമെന്റുമായിട്ട് നിങ്ങളെ ഒന്ന് കൊണ്ടെത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പോസിറ്റീവ് സെൽഫ് ടോക്ക് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇറ്റ് റിയലി ഹെൽപ്സ്. സ്വന്തമായിട്ട് നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള നമുക്ക് തന്നെ കൊടുക്കുന്ന എഫർമേഷൻ ഇല്ലേ, എഴുത്ത് വഴി അല്ലെങ്കിൽ മിററിംഗ് വഴി, മിററിൽ നോക്കി നിങ്ങൾ സംസാരിക്കുന്നത് വഴി പോസിറ്റീവ് ആയിട്ടുള്ള സെൽഫ് ടോക്ക് ഇതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ചെയ്യേണ്ട വലിയ വലിയ കാര്യങ്ങൾ ബ്രേക്ക് ചെയ്ത് സ്മോൾ ആയിട്ട് നിങ്ങളൊന്ന് ഡിവൈഡ് ചെയ്യുന്നതും ഒരുപാട് നിങ്ങളുടെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വീണ്ടും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് നമ്മൾ ബ്രെയിൻ പോകും. ആൻഡ് ദാറ്റ് ലീഡ്സ് ഇൻ ടു അതർ പ്രോബ്ലംസ്. സോ ഒരു 6 കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടതെങ്കിൽ 2 ഡിവൈഡ് ചെയ്യുക. ഒരു 5 കാര്യങ്ങളാണെങ്കിൽ അത് 3-2 ഡിവൈഡ് ചെയ്യുക. ഇങ്ങനെ യു ഡിവൈഡ് യുവർ വർക്ക് ഓർ യുവർ ഹൗസ് ഹോൾഡ് തിങ്സ്, കുഞ്ഞുങ്ങളുടെ കാര്യം എന്താണെങ്കിലും ബ്രേക്ക് ഇറ്റ് ഇൻ ടു സ്മോളർ ചങ്ക്സ് ആൻഡ് ദെൻ ഡു. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും വീണ്ടും ഇത് മാറുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ അസസ്മെന്റ് ഒക്കെ എടുത്ത് ഇറ്റ് വിൽ ബി ബെറ്റർ ടു ടേക്ക് എ പ്രൊഫഷണൽ ഹെൽപ്പ്. ഇത്രയൊക്കെ ചെയ്ത് നോക്കിയിട്ടും ഇത് മാറുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, റൈറ്റ്?